അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അസ്ലം, സ്ഥലം കോഴിക്കോട് തന്നെ. എൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം ഈയിടെയായി മുസ്ലിം സമുദായത്തിലെ തന്നെ ഒരു പ്രമുഖ പണ്ഡിതൻ്റെ ചില വാചകങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇന്ത്യയിൽ ഫാഷിസം ഇസ്ലാമിക പ്രബോധകരെ അതിൻ്റെ ക്രൂരമായ മുഖം ഉപയോഗിച്ച് തേജോവധം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം തന്നെ കാരണം വളരെ മതസൗഹാർദ്ദപരമായി ശാന്തമായി ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയായി അതാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദത്തിനും പ്രശ്നങ്ങൾക്കുമെല്ലാം കാരണമെന്നാണ്. ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഇതിന് നിച്ച് ഓഫ് ട്രൂത്തിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, ദൈവം, മതം, മനുഷ്യൻ എന്ന തലക്കെട്ടിൽ നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ച ഒരു തുറന്ന സംവാദത്തിൻ്റെ അവസരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇവിടെ സുഹൃത്ത് ഉന്നയിച്ച ചോദ്യം പുതിയ കാലഘട്ടത്തിൽ തീർച്ചയായും പ്രസക്തമാണ്. ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ, ആ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഭരണകൂടത്തിൻ്റെയും മാധ്യമങ്ങളുടെയും നമ്മുടെ പൊതുബോധത്തിൻ്റെയും എല്ലാം വേട്ടക്കിരയാകുന്ന, മതപ്രബോധനാവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിന് നിമിത്തമാകുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന് നിച്ച് ഓഫ് ട്രൂത്ത് പോലുള്ള കൂട്ടായ്മകൾ ഉപയോഗിക്കുന്ന ശൈലിയല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അത് പ്രബോധനം എന്ന ദൗത്യം നിർവഹിക്കപ്പെടുന്ന രീതി കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന രൂപത്തിൽ ചില മുസ്ലിം പണ്ഡിതന്മാർ തന്നെ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. അതിനോടെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നെല്ലാമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അടിസ്ഥാനപരമായി ചോദ്യത്തിന് ഉത്തരം പറയുക അതെ എന്നാണ്. എന്തുകൊണ്ട് ഈ പ്രബോധകരും പ്രബോധക പ്രസ്ഥാനങ്ങളുമെല്ലാം വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവരുടെ ശൈലി കൊണ്ട് എന്ന് തന്നെയാണ്. ആ ശൈലി എന്താണ് എന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. യാതൊരു വളച്ചുകെട്ടലുകളുമില്ലാതെ ഇസ്ലാമിനെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ആ അവതരണത്തോട് വിമർശനാത്മകമായി പ്രതികരിക്കുവാൻ ആളുകൾക്ക് തുറന്ന സ്വാതന്ത്ര്യം നൽകുകയും പ്രസ്തുത വിമർശനങ്ങളോടും സംശയങ്ങളോടും അഭിപ്രായ പ്രകടനങ്ങളോടുമെല്ലാം വളരെ സൗഹൃദപരമായി, തികച്ചും മാന്യമായി, പൂർണ്ണമായ പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ശൈലി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനു പകരം ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളോട് വിമർശനാത്മകമായി പ്രതികരിക്കുവാൻ ജനത്തിന് അവസരം നൽകിയിരുന്നില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ആ വിമർശനാത്മകമായ പ്രതികരണങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടികൾ നൽകി ആളുകളെ ഇസ്ലാമാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഉള്ളൊരു പ്രബോധന ശൈലി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അത് ഒരർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രഭാഷണങ്ങളിൽ വിമർശകർ ഉന്നയിച്ച കാര്യം അതല്ലെങ്കിൽ പോലും നേർക്കുനേരെ പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം ഇസ്ലാമിനെ വെറുക്കണം ആളുകൾ എന്ന് വിചാരിക്കുകയും ആ വെറുപ്പിൽ നിന്ന് തങ്ങളുടെ ഒരു രാഷ്ട്രീയം വളർത്തണമെന്ന് ആഗ്രഹിക്കുകയും ആ രാഷ്ട്രീയം വഴി തങ്ങളുടെ അധികാര പ്രാപ്തി നടക്കണമെന്ന് വിചാരിക്കുകയുമെല്ലാം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന, ഇസ്ലാമിൻ്റെ സത്യത ആളുകൾ മനസ്സിലാക്കുന്ന, ഇസ്ലാമിനെക്കുറിച്ച് പടർന്നുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകളുടെ അർത്ഥരാഹിത്യം ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രാമുകൾ അവരുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഏറ്റവും വലിയ തടസ്സം തന്നെയാണ്.
ഇവിടെ എന്തുകൊണ്ട് ഇത്തരം വേട്ടകൾ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അടിസ്ഥാനപരമായി അവിടെ തന്നെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശരിക്കും ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം എത്തിയ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടുടനെയുള്ള പതിറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ തീരത്ത് ഇസ്ലാം എത്തി. ഇവിടെ നൂറ്റാണ്ടുകളോളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിച്ചു. പക്ഷേ ആ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അകലത്തിൻ്റെയും ഒരു സംസ്കാരം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നത് ആധുനിക കാലഘട്ടമാകുന്നത് വരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് മതസമൂഹങ്ങൾ എന്ന നിലക്ക് പരസ്പരം ഉള്ള സ്പർദ്ധയുടെ, സംശയത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ എല്ലാം കനലുകളിലേക്ക് എടുത്തെറിയപ്പെടുന്നത് കൊളോണിയലിസത്തിൻ്റെ തുടക്കത്തോടു കൂടിയാണ്. കൊളോണിയലിസം നമുക്കറിയാം, പോർച്ചുഗീസുകാരിലൂടെയാണ് ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിന് തുടക്കമാകുന്നത്. പോർച്ചുഗീസുകാർ വരുന്നു, ഡച്ചുകാർ വരുന്നു, ഫ്രഞ്ചുകാർ വരുന്നു, അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ വരുന്നു. ഈ കൊളോണിയൽ ശക്തികളെല്ലാം അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാം വിദ്വേഷത്താൽ ഊട്ടപ്പെട്ട ശക്തികളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 2-ാം സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിലുണ്ടായ കുരിശ് യുദ്ധങ്ങൾ, ആ കുരിശ് യുദ്ധങ്ങളാണ് അവരുടെ മാനസികാവസ്ഥ അടിസ്ഥാനപരമായി നിർണയിച്ചത് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമെല്ലാം ഒരുതരം വൈരനിര്യാതന ബുദ്ധിയുണ്ടായിരുന്നവരാണ് ഈ അധിനിവേശ ശക്തികളെല്ലാം. അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സമയത്ത് അവർ പ്രധാനമായും ശ്രമിച്ചത് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കണമെന്ന് തിരിച്ചറിയുകയും ആ ഭിന്നിപ്പിന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുവാൻ തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഇസ്ലാം വിദ്വേഷത്തിൻ്റെ വിഷവിത്തുകൾ, ആ വിഷവിത്തുകൾ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കുകയും അങ്ങനെ നല്ലവരായ ഹിന്ദുക്കളുടെ മനസ്സിൽ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുമെല്ലാം വെറുപ്പും വിദ്വേഷവും വളർത്താൻ ശ്രമിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൊളോണിയൽ ശക്തികൾ ഇവിടെ ഈ രീതിയിലുള്ള അധികാരമുറപ്പിക്കൽ ശ്രമങ്ങൾ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പല ആളുകളും വിചാരിക്കുന്നത് പോലെ നമ്മുടെ വർത്തമാനത്തിൽ കേവലം ഒരു 2 പതിറ്റാണ്ടിനുള്ളിൽ മാത്രം വേരുകൾ ആഴ്ന്നു കിടക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇതിൻ്റെ വേരുകൾ കൊളോണിയൽ ഭരണത്തിൻ്റെ തുടക്കത്തിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. അന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് എങ്ങനെ ഇസ്ലാം വിദ്വേഷത്തിൻ്റെ വിത്തുകൾ ഇട്ടുകൊടുക്കാം എന്നാണ് കൊളോണിയൽ ഭരണാധികാരികളും അവരുടെ കീഴിലുണ്ടായിരുന്ന മിഷണറിമാരും ആ മിഷണറിമാർക്ക് വൈജ്ഞാനിക പരിസരമൊരുക്കി ഓറിയന്റലിസ്റ്റുകളുമെല്ലാം ഗാഠമായി ആലോചിച്ചത്. ഈ ലക്ഷ്യത്തെ എങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെയാണ് അവർ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പടർത്തുന്ന പുസ്തകങ്ങൾ എഴുതുന്നത്. ഓറിയന്റലിസ്റ്റുകളും മിഷണറിമാരുമെല്ലാം കൊളോണിയൽ ഭരണത്തിന്റെ തണലുപയോഗിച്ച് രചിച്ച ഇസ്ലാമിനെ കുറിച്ചുള്ള അതിഭീകരമായ തെറ്റിദ്ധാരണകൾ പടർത്തുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ ഇന്ത്യയിലെ ഹിന്ദു ബുദ്ധിജീവികളെ സ്വാധീനിക്കുമെന്നും ആ ബുദ്ധിജീവികളിലൂടെ സാധാരണക്കാരിലേക്ക് ഇസ്ലാം വിദ്വേഷം പടരുമെന്നും അങ്ങനെ ഇന്നലെ വരെ മുസ്ലിമിന്റെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഹിന്ദുവിന്റെ മനസ്സിൽ മുസ്ലിം ശത്രുവും ഇസ്ലാം അപകടകരവും എന്ന പുതിയ സമവാക്യം ഉണ്ടാകുമെന്നുമെല്ലാം കണക്കുകൂട്ടിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നടന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പരിശോധിക്കുക, ഇന്ത്യയിൽ എന്നു മുതലാണ് വളരെ മൂർത്തമായ രീതിയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഇസ്ലാമിനെതിരായ ഈ രീതിയിലുള്ള സങ്കല്പങ്ങൾ ഇവിടെ ഉള്ള ഹിന്ദു ബുദ്ധിജീവികളിൽ ഒരു വിഭാഗത്തിന്റെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും എല്ലാം കടന്നു വരാൻ തുടങ്ങിയത്. നമ്മൾ ദയാനന്ദ സരസ്വതിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും എല്ലാം പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവയിലേക്ക് കടന്നു വന്ന ഈ ആശയങ്ങളുടെ വേരുകൾ യഥാർത്ഥത്തിൽ ഓറിയന്റലിസ്റ്റുകളുടെ പുസ്തകങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഇന്ത്യയിൽ ഈ രീതിയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വില്യം മൂറിനെ പോലുള്ള ഓറിയന്റലിസ്റ്റുകളാണ്. ആ ഓറിയന്റലിസ്റ്റുകളുടെ പുസ്തകങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ പൊതു ഇടങ്ങളിൽ ഇസ്ലാം വിരുദ്ധമായ പ്രഭാഷണങ്ങൾ നിർവഹിച്ച CG ഫാണ്ടറിനെ പോലുള്ള മിഷണറിമാരുമാണ്. ഇത് അന്നു മുതൽ ഇന്ത്യയിൽ സജീവമാകുന്നു. അത് ബ്രിട്ടീഷുകാരൻ എറിഞ്ഞ ആ ചൂണ്ടയിൽ പോയി കൊത്തിയ ചില സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ ഇത് ഭിന്നിപ്പിച്ച് ഭരിക്കുവാനുള്ള തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാതെ പരിശുദ്ധ ഖുർആനിനെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എല്ലാം കുറിച്ച് കൊളോണിയലിസം ഉണ്ടാക്കിയെടുത്ത തെറ്റിദ്ധാരണകൾ, ആ തെറ്റിദ്ധാരണകളെ തങ്ങളുടെ രാഷ്ട്രീയം വളർത്താനുള്ള ഒരു പരിസരമായി ഉപയോഗിക്കുകയും ആ പരിസരത്തിൽ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകുകയും എല്ലാം ചെയ്തതോടുകൂടിയാണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഫാഷിസം ഉണ്ടാകുന്നത്, ഫാഷിസത്തിന്റെ വളർച്ചയുണ്ടാകുന്നത്, ഫാഷിസം ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എല്ലാം ഉണ്ടായത്.
അവർക്ക് വളരെ അനുകൂലമായ സാഹചര്യമുണ്ടായി. 1980കളും 90കളും എല്ലാം ആയപ്പോഴേക്ക് ആഗോള സാഹചര്യം തന്നെ അവർക്ക് അനുകൂലമായി മാറുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കാരണം ആഗോള സാമ്രാജ്യത്വം അവരുടെ കച്ചവട താല്പര്യങ്ങളുടെ ഭാഗമായി ഇസ്ലാമിസ്റ്റ് ടെററിസം, ഇസ്ലാം ഭീകരവാദമാണ് എന്ന പുതിയ മുദ്രാവാക്യം ഉണ്ടാക്കിയപ്പോൾ ആ മുദ്രാവാക്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇസ്ലാമോഫോബിയ പടർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആഗോള മീഡിയ അത് വളരെ ശക്തമായ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന നിലക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പടർത്താൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കിണഞ്ഞു പരിശ്രമിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും ഇന്ത്യയിലെ മീഡിയ അത് റിഫ്ലക്ട് ചെയ്തു, കേരളത്തിലെ മീഡിയ അത് റിഫ്ലക്ട് ചെയ്തു. നമ്മുടെ നാട്ടിലടക്കം മാധ്യമങ്ങൾ അതിതീവ്രമായ ഇസ്ലാം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഈ സ്ഥിതിവിശേഷത്തെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്ത് നേരത്തെ തന്നെ സാമ്രാജ്യത്വം തലച്ചോറിൽ ഇട്ടുകൊടുത്ത ഇസ്ലാം വിരുദ്ധമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ഫാഷിസ്റ്റുകൾ അവർ ഈ ഇസ്ലാമോഫോബിയയുടെ പുതിയ കാലാവസ്ഥയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ഇസ്ലാം വിരുദ്ധമായൊരു പൊതുബോധം കേരളത്തിലടക്കം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഫാഷിസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നത് വളരെ അമൂർത്തമായൊരു സങ്കല്പം എന്ന നിലയിലായിരുന്നുവെങ്കിൽ, നമ്മൾ സമീപ ഭാവിയിൽ നേരിട്ടേക്കാവുന്ന ഒരു ഭീഷണി എന്ന നിലയിലായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ശക്തി ആർജിച്ചേക്കാവുന്ന ഒരു പ്രതിഭാസം എന്ന നിലയിലായിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ ഫാഷിസത്തെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ മൂർത്തമായ, നമുക്കിടയിൽ കൃത്യമായി നിലനിൽക്കുന്ന, നമ്മുടെയെല്ലാം കഴുത്തിന് വന്ന് പിടിക്കുന്നത് നമ്മൾ നേർക്ക് നേരെ അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ്. എന്തുകൊണ്ട് ഫാഷിസത്തിന് ഈ വളർച്ചയുണ്ടായി? ഫാഷിസത്തിന് ഈ വളർച്ചയുണ്ടായത് വളരെ കൃത്യമായി ചരിത്രപരമായി പറഞ്ഞാൽ അന്ന് ഇവിടേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഉണ്ടാക്കിയ അജണ്ടകളുടെ കൃത്യമായി നിവൃത്തിയാണ് ഉന്മാദ സമാനമായ ഇസ്ലാം ഭീതി എന്നതാണ് സത്യം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇസ്ലാം എല്ലാം അപരവൽക്കരിക്കപ്പെടണമെന്നും അവരോടുള്ള വിദ്വേഷം ഇവിടെയുള്ള സാധാരണക്കാരായ നല്ലവരായ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് അവരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ച നല്ല ഹിന്ദുക്കളുടെ മനസ്സിൽ ഇസ്ലാമിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ വളരണമെന്നുമെല്ലാം ആഗ്രഹിച്ച സാമ്രാജ്യത്വത്തിന്റെ സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഫാഷിസ്റ്റ് ഉപജാപങ്ങൾ വഴിയെല്ലാം പുലർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം അവർ ആഗ്രഹിച്ചത് ഈ തെറ്റിദ്ധാരണകളുടെ അന്തരീക്ഷം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കണമെന്നാണ്. അത് മനസ്സിലാക്കുന്നതിൽ മുസ്ലിം സമുദായത്തിലെ എല്ലാവർക്കും ഒരുപോലെ വിജയിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെയും പ്രസ്ഥാനങ്ങളുടെയുമെല്ലാം ശ്രദ്ധയും ഊർജവുമെല്ലാം പ്രധാനമായും സമുദായത്തിനകത്ത് തന്നെ കുരുങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ സമുദായത്തിന്റെ അകത്ത് തീർച്ചയായും നടക്കേണ്ട സംസ്കരണ പ്രവർത്തനങ്ങൾ, ആ സംസ്കരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോയപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ദ്രുതഗതിയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ വൃത്തത്തിന് പുറത്തുള്ള ഇവിടെയുള്ള നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പടരുകയും ആ പടരുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ ഫാഷിസം അവർക്കുള്ള വെള്ളവും വളവുമായി ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അത് ഫാഷിസ്റ്റുകൾ മാത്രമല്ല, അന്ന് 80കളിൽ പ്രത്യേകിച്ചും കേരളത്തിലുണ്ടായിരുന്ന മിഷനറി പ്രസ്ഥാനങ്ങൾ, ആ മിഷനറി പ്രസ്ഥാനങ്ങളും ഇതേ രീതിയിലുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രതിലോമപരമായ ധാരണകൾ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഇസ്ലാമോഫോബിയ ഒരു അക്കാദമിക വിഷയമാണ്. ഇസ്ലാമോഫോബിയയെ കുറിച്ച് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഭീതി ഒരു മനോരോഗമായി മാറുന്നതിനെ കുറിച്ച് നമ്മളെല്ലാവരും വലിയ തിസീസുകൾ രചിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നു? ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പടരുന്നത് കൊണ്ടാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് നീക്കാൻ കഴിയുക? ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് നീക്കാൻ കഴിയുക? ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കേണ്ടത് കേവലം മുസ്ലിങ്ങളുടെ മതപരമായ ആവശ്യം എന്നതിനപ്പുറത്ത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മതനിരപേക്ഷ നൂലിഴകൾ അത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുവാൻ തന്നെ അനിവാര്യമാണ്. കാരണം ഇന്ത്യ എന്ന രാജ്യത്തെ ശിഥിലമാക്കുവാൻ കൂടി വേണ്ടിയാണ് ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഈ രീതിയിലുള്ള വിദ്വേഷം ഉണ്ടാകുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മുന്നിൽ വേണമെങ്കിൽ ബഹുമാന്യരായ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ ഞങ്ങളുടെ കർമ്മമണ്ഡലം മുസ്ലിം സമുദായം മാത്രമാണ് എന്ന് പറയുകയും ആ സമുദായത്തോട് മാത്രം സംസാരിക്കുകയും സമുദായത്തെ സംസ്കരിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം തങ്ങളുടെ ഊർജം തളച്ചിടുകയും ചെയ്യാം. തീർച്ചയായും ആർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ ഇസ്ലാമോ ഫോബിയ നേർക്കാൻ പോകുന്നില്ല എന്ന്, ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ ഫാഷിസത്തിന്റെ അജണ്ടകൾ പൊളിയാൻ പോകുന്നില്ല എന്ന്,
ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും ഇവിടെയുള്ള അമുസ്ലിം പൊതുസമൂഹത്തിന്റെ മനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിദ്വേഷത്തെ നമുക്ക് ചികിത്സിക്കുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നവർ മുസ്ലിം സമുദായത്തെ സംസ്കരിക്കുവാനുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ പുറത്തുള്ള പൊതുസമൂഹത്തിന് മുന്നിൽ കൂടി പച്ചയായി തുറന്നു വെക്കുകയും അവരുടെ മനസ്സിലുള്ള ഇസ്ലാം വിമർശനങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുവാൻ അവർക്ക് അവസരം നൽകുകയും ആ ഇസ്ലാം വിമർശനങ്ങൾക്ക് യുക്തിഭദ്രമായ കൃത്യമായ മറുപടികൾ നൽകുകയും ചെയ്യുക സ്വാഭാവികമാണ്. അതുകൊണ്ട് എന്തുണ്ടായി കേരളത്തിൽ? നമുക്കറിയാം, നിച്ച് ഓഫ് ട്രൂത്ത് ഈ രീതിയിലുള്ള പൊതുപരിപാടികൾ ആരംഭിച്ചത് കൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ അതിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വെബ്സൈറ്റുകളും പത്രങ്ങളും മിഷനറിമാരും ഫാഷിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്ന ഇസ്ലാം വിരുദ്ധമായ ധാരണകൾ, ആ ധാരണകൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ കൂടുകൂട്ടുകയും അത് ഇസ്ലാം വിദ്വേഷത്തിന് നിമിത്തമാവുകയും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ വർഗീയവൽക്കരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ കൃത്യമായി മതവ്യത്യാസമില്ലാതെ മുഴുവൻ മലയാളികളെയും ഇതേപോലെയുള്ള തുറന്ന സദസ്സുകളിലേക്ക് ഒരുമിച്ച് കൂട്ടി അവരുടെ മുന്നിൽ ഇസ്ലാമിനെ കുറിച്ച് വിമർശകരിൽ നിന്ന് കേൾക്കുന്നതിന് പകരം സത്യസന്ധമായി എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി അവർക്ക് മുന്നിൽ ഇസ്ലാമിനെ തുറന്നു വെച്ച പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകൾ കൊണ്ട് എന്ത് അപകടമാണ് കേരളത്തിൽ ഉണ്ടായത്? ആകെയുണ്ടായ അപകടം ഈ ഫാഷിസ്റ്റുകളുടെ ഉപജാപങ്ങൾ കുറേയേറെ തകർന്നു എന്നത് മാത്രമാണ്. അവരുടെ ഉപജാപങ്ങൾ തകർന്നു. ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി. കേവലമായി കേട്ടുപോകാനുള്ള അവസരങ്ങൾക്ക് പകരം സംശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരങ്ങൾ നൽകി. ആ സംശയങ്ങൾ തുറന്ന് പങ്കുവെക്കപ്പെട്ടു. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ പച്ചയായി ഉന്നയിക്കപ്പെട്ടു. അവക്കുള്ള മറുപടികൾ നൽകപ്പെട്ടു. ആ മറുപടികളിലൂടെ കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മലയാളികളുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങി. ആ തെറ്റിദ്ധാരണകൾ നീങ്ങിയത് വഴി അവരുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിനോടുള്ള വിദ്വേഷം കൊഴിഞ്ഞുപോയി, ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊഴിഞ്ഞുപോയി. അതോടുകൂടി അവരുടെ മനസ്സുകളെ വർഗീയവൽക്കരിക്കുവാനുള്ള ഫാഷിസ്റ്റുകളുടെ അജണ്ടകൾ കൂടി തകർന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടിപ്പോൾ ഇങ്ങനെ വേട്ടയുണ്ടാകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആ ശൈലി കൊണ്ട് എന്നത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം. ആ ശൈലി, ഇവിടെ ഉപയോഗിക്കപ്പെട്ട ശൈലി വളരെ കൃത്യമായി തന്നെ സമൂഹത്തെ വർഗീയവൽക്കരിക്കുവാനുള്ള അജണ്ടകളെ ചെറുക്കുകയും തകർക്കുകയും വളരെ വളരെ പച്ചയായി ഇസ്ലാമിനെ തുറന്നു വെക്കുകയും ഇസ്ലാം ഭീതി എന്ന രോഗത്തെ സുന്ദരമായി ചികിത്സിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇതിനെ തകർക്കണമെന്ന് ഈ രീതിയിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കളല്ല, അതിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എവിടെയുള്ള പൊതുസമൂഹമല്ല, മറിച്ച് ആ പൊതുസമൂഹത്തെ തങ്ങളുടെ വരുതിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഫാഷിസ്റ്റുകൾ മാത്രമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അത് തിരിച്ചറിയുന്നതിന് പകരം ഫാഷിസ്റ്റുകൾ ഈ വേട്ടയ്ക്ക് വേണ്ടി പല്ലും നാവും കൂർപ്പിക്കുമ്പോൾ അത് ഞങ്ങളല്ല അവരാണ് എന്ന് പറയുകയും അവരുടെ ശൈലിയുടെ പ്രശ്നമാണ് എന്ന് ആരോപിക്കുകയും ആ ശൈലിയെ കല്ലെറിഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇത്തരം ശൈലിയോട് വിയോജിപ്പുള്ളവരും സമുദായത്തിനകത്ത് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമാണ്, അതുകൊണ്ട് അവരുടെ ശൈലിയുടെ പ്രശ്നമാണ് അനുഭവിക്കുന്നത് എന്ന തരത്തിൽ വർത്തമാനങ്ങൾ പറയാൻ തീർച്ചയായും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അങ്ങനെ എല്ലാവരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടതാണ്. ആ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്നെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്നതും പുതിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും എല്ലാം നിമിത്തമാകുന്നതും. പക്ഷേ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ എന്ന നിലക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഫാഷിസം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഫാഷിസത്തിന്റെ സ്വപ്നങ്ങളെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നതാണ്. അതിനു പകരം ഫാഷിസ്റ്റുകൾക്ക് സഹായകമാകുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നത്തിന്റെ വേര് എന്ന് മനസ്സിലാക്കാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം ഒരുമിച്ച് തീരുമാനിക്കേണ്ടത്, അത് കേവലം നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ തീരുമാനിക്കേണ്ടതോ ഇവിടുത്തെ മുസ്ലിം സമുദായം തീരുമാനിക്കേണ്ടതോ ഇവിടെയുള്ള ഏതെങ്കിലും അമുസ്ലിം സുഹൃത്തുക്കൾ തീരുമാനിക്കേണ്ടതോ അല്ല. ഈ പ്രോഗ്രാമുകൾ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളീയ ബഹുസ്വരതയുടെയും മതനിരപേക്ഷതയുടെയും എല്ലാം നൂലിഴകളെ സംരക്ഷിച്ചു നിർത്തുകയാണ് അത് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയയുടെ അതിശക്തമായ അധിനിവേശത്തെ, ആ അധിനിവേശത്തെ കൃത്യമായി ചെറുക്കുകയും
നമ്മുടെ സമുദായ മൈത്രിയുടെ പാരമ്പര്യത്തിന് കാവൽ നിൽക്കുകയുമാണ് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. വളരെ ലളിതമായി നമ്മൾ ആലോചിച്ചാൽ മതി. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ആ തെറ്റിദ്ധാരണകൾ അന്തരീക്ഷത്തിൽ നിറയുന്ന ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ അതിന്റെ സുസ്ഥിതികൾ നിലനിർത്താനുള്ള ഏറ്റവും നല്ല മരുന്ന് ഇസ്ലാം തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം സദസ്സുകൾ തന്നെയായിരിക്കും. അതിനാൽ ആ സദസ്സുകൾ ഇനിയും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്.